രാഹുൽ മാങ്കൂട്ടം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേര്. ഈ പേരിന് പിന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന കഥകൾ അത്ര നല്ലതല്ല എങ്കിലും ഈ കഥകൾ എന്നും എല്ലാവർക്കും പാഠമാകേണ്ടതാണ്. നമ്മുടെ മിടുമിടുക്കനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഉത്തരം മുട്ടിച്ചവൻ, രാഷ്ട്രീയ വിഡ്ഢിത്തം വിളമ്പുന്നവർക്കൊരു പാഠമായിരുന്നവൻ, ജനമനസ്സുകളിൽ ഊമനയായവൻ, ഭാവി മുഖ്യമന്ത്രിയാകേണ്ടവൻ എന്ന് ജനത്തെ കൊണ്ട് പറയിപ്പിച്ചവൻ. എന്നിട്ടും പാതി വഴിയിൽ കലമുടച്ച് ഒളിവിൽ പോയിരിക്കുന്നു. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ജീവിതകഥ നാളെ നമ്മുടെ മുഴുവൻ രാഷ്ട്രീയക്കാർക്കും ഒരു പാഠമായി ഉപയോഗിക്കാവുന്നതാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്തൊക്കെ നേടിയാലും എത്രമാത്രം ജനഹൃദയങ്ങളെ കീഴടക്കിയാലും അവനിലെ മോറൽ വാല്യൂസ് ജനസമൂഹം വിലയിരുത്തും. അവിടെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അതുവരെ അവൻ ചെയ്ത എല്ലാ നന്മകളും ജനഹൃദയങ്ങളിൽ നിന്നും റദ്ദാക്കപ്പെടും. ഞാനൊരു ജനസേവകനാണെന്നും ഞാൻ ജീവിക്കേണ്ടത് ജനഹൃദയങ്ങളിലാണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം ചിന്തിക്കാതെ പോയത് എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ അവൻ്റെ ഐക്യുവിനെ പരിപോഷിപ്പിച്ചാൽ മാത്രം പോരാ, വൈകാരിക ബുദ്ധി അഥവാ ഇക്യുവിനെയും പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. ജീവിത വിജയത്തിന് ഇക്യുവിന് ഐക്യുവിനേക്കാൾ പ്രാധാന്യമുണ്ട്. സെൽഫ് അവെയർനെസ്സും സെൽഫ് റെഗുലേഷനും എമ്പതിയുമൊക്കെ ഇക്യുവിൻ്റെ ഘടകങ്ങളാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ഈ അബദ്ധമൊന്നും പറ്റില്ലായിരുന്നു. നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ച്, നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ വികാരങ്ങളും അനുബന്ധ വിചാരങ്ങളും മൂല്യാധിഷ്ഠിതമായിരുന്നേനെ. സെൽഫ് റെഗുലേഷനിലൂടെ ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടായേനെ. കൂടാതെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനും കഴിഞ്ഞേനെ. മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെയും മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും തൻ്റേതു കൂടിയാണെന്ന ബോധത്തോടെയും നല്ലൊരു വ്യക്തിയായി തീരാൻ കഴിഞ്ഞേനെ. നേതാവ് എന്നാൽ നയിക്കുന്നവൻ എന്നാണ് അർത്ഥം. നമുക്ക് വഴികാട്ടിയായി നിൽക്കേണ്ടവൻ, നമ്മളെ നയിക്കേണ്ടവൻ. അങ്ങനെയൊരു നേതാവ് വ്യക്തിജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതു പോലെയാകും അവസ്ഥ. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.